എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ തവളക്കുട്ടൻ അവനാണെങ്കിൽ കിന്നിനോട് പറയും മൊമൻറ്റോസ്കിയുടെ സിസ്റ്റർ അവൾ മരിച്ചിട്ടില്ല, അവൾ ഇപ്പോഴും ജീവനോടുകൂടെ തന്നെയുണ്ട്. കിന്നിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. അവളെവിടെ? എനിക്ക് എത്രയും വേഗം അവളെ കാണണം. ഇങ്ങനെയൊരു ട്വിസ്റ്റ് അത് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അതിന് തവളക്കുട്ടനാണെങ്കിൽ ഇപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറയാണ്. കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ വിശ്വസുന്ദരി അവള് തവളക്കുട്ടനോടും സോറയോടും പറഞ്ഞയക്കും, തൽക്കാലം ഞാനിപ്പോ അവരുടെ അടുത്തേക്ക് വരുന്നില്ല, എന്നെ കണ്ട അവർ ഇമോഷണലി വീക്കാവും, ജീവിച്ചിരിക്കുന്നു, ഞാൻ സേഫ് ആയിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അവരെ അറിയിക്കണം. അതിനുശേഷം നിങ്ങൾ എല്ലാവരും ഒന്നു ചേർന്ന് ആ വാറിനുള്ള പ്രിപ്പറേഷൻ അത് നടത്തണം. വാർ തീർന്ന് ഈ ഒരു വാനോ കിങ്ഡം അത് തിരികെ നമ്മൾ മാക്കുന്നത് വരെ ആരുടെയും കണ്ണിൽ പെടാതെ ഒരു ഭാഗത്ത് ഞാൻ ഒളിഞ്ഞിരിക്കും. പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഒരു അപകടവും സംഭവിക്കില്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാക്ക് വിശ്വസിക്കാം. ഇതാ അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കിന്നാണെങ്കിൽ ഒരുപാട് വിഷമിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് അവളെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ആറ് തീർന്നു കഴിഞ്ഞ് ഈ ഒരു വാനോ കിൻഡത്തിന്റെ ക്വീനായി അവൾ മാറുന്ന ആ സുലഭ നിമിഷത്തിൽ അപ്പം ഞാൻ അവളെ കാണുന്നു പറഞ്ഞ് അവൻ സന്തോഷമായിട്ട് നിൽക്കുകയാണ്. ഇന്നും മൊമൻറ്റോസ്കി ആണെങ്കിൽ വീണ്ടും വീണ്ടും അവളെ കുറിച്ച് ചോദിക്കും, അവളിപ്പോൾ ഓക്കെ ആണോ, അവളുടെ കൂടെ ഏതെങ്കിലും സെക്യൂരിറ്റി ഉണ്ടോ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ സേഫ് ആണ്, അവൾ ഒന്നും അല്ലെങ്കിലും ഓടന്റെ മകളല്ലേ, അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയും. മൊമൻറ്റോസ്കിക്ക് ആണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷം, കാരണം ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയ അവന്റെ ചോര ഇപ്പൊ തിരികെ കിട്ടിയിരിക്കുകയാണ്. അവൻ ഒരു സെക്കൻഡ് അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് അത് ആലോചിക്കും. ചെറുപ്പത്തിൽ തന്നെ അവൾ വളരെ നോട്ടിയായിരുന്നു. മൊമൻറ്റോസ്കിയുടെ പേരൊക്കെ വിളിച്ച് ചാടിയും മറിഞ്ഞുമൊക്കെ അവനെ ചവിട്ടിയും ഇടിച്ചുമൊക്കെ അവൾ ആനന്ദിക്കുമായിരുന്നു. അവൻ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് പൊട്ടിച്ചിരിക്കുകയാണ്. ടോറോ ആണ് അവളെ രക്ഷിച്ചതെന്ന് മനസ്സിലാക്കിയ മൊമൻറ്റോസ്കി ഇപ്പൊ അവനോട് വിശേഷങ്ങൾ തിരക്കും. സത്യത്തില് അവളെ നീ ഒരിക്കലും കണ്ടോ, അവൾ ചെറുപ്പം മുതലേ വളരെ കുസൃതിയായിരുന്നു, ഇപ്പോഴും അവളുടെ കുസൃതിയൊന്നും അവളെ വിട്ടുമാറിയിട്ടുണ്ടാവില്ല. സോറോ ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. അൺബിലീവബിൾ, അവൾ ആക്ച്വലി ഇപ്പൊ നിന്നെ കഴിഞ്ഞും ഒരുപാട് വലുതാണ്, നിന്നെ കഴിഞ്ഞും 10 വയസ്സിന് മുകളിൽ അവൾക്കിപ്പോൾ പ്രായമുണ്ട്, അവൾ ആ പഴയ കുഞ്ഞിപ്പങ്ങളല്ല, മറിച്ച് അവളിപ്പോൾ നിന്റെ ചേച്ചിയായിരിക്കുകയാണെന്ന് പറഞ്ഞ് സോറോ അങ്ങനെ ചിരിക്കും. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അവൾ നല്ല മെച്ചോർഡാണ്, സേഫായി ഒരു ഭാഗത്തിരിക്കും. സാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവൻ സോറോട് ചോദിക്കും, നീ രക്ഷിച്ച ആ വിശ്വസുന്ദരി അവൾ തന്നെയാണോ ഇവന്റെ സിസ്റ്റർ? അതിന് സോറോ ആണെങ്കിൽ അതേന്ന് മറുപടി പറയും. സാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ഓടി വന്ന് മൊമൻറ്റോസ്കിയെ കൊഞ്ചിക്കും. വാവ്, നീ ശരിക്കും ഒരു ചുന്ദര കുട്ടപ്പനാണ്, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം, എപ്പോൾ വേണമെങ്കിലും എന്തിനും ഞാനുണ്ടാവും, വേണമെങ്കിൽ നിനക്ക് എന്നെ അളിയാന്ന് വിളിക്കാന്നൊക്കെ പറഞ്ഞ് അവനിപ്പോ അവനെ കൊഞ്ചിക്കുകയാണ്. അതേസമയം ആ മൂക്ക് നീണ്ട സ്ട്രോങ് ബാരിയർ ആളാണെങ്കിൽ ഇപ്പോൾ ഓടന്റെ ആ 2 സ്ക്വാഡുകൾ അടച്ചു വെച്ചിരിക്കുന്ന വലിയ പെട്ടിയുമായിട്ട് അവിടേക്ക് കടന്നു വരും. മൂക്ക് നീണ്ടവൻ ഒന്നുകൂടെ അവരോട് കൺഫേം ആയിട്ട് ചോദിക്കും, ഇതിലെ ഒരു സ്ക്വാഡ് അത് സത്യത്തിൽ സോറോയ്ക്ക് കൊടുക്കണോ? അതിനവര് കൊടുക്കണം എന്ന് മറുപടി പറയും. സാമുറായി പെണ്ണാണെങ്കിൽ ലൂഫിയുടെ കയ്യിലുണ്ടായിരുന്ന സ്ക്വാഡ് അത് ആ മൂക്കനെ ഏൽപ്പിക്കുകയാണ്. മൂക്കനാണെങ്കിൽ ഇപ്പോൾ ആ ഒരു വലിയ ബോക്സ് ഓപ്പൺ ചെയ്യും. അതിൻ്റെ അകത്ത് ഉടൻ ഉപയോഗിച്ച ആ 2 ലെജൻഡറി സ്ക്വാഡ്, ആക്ച്വലി ഇദ്ദേഹം തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപ് 2 ലെജൻഡറി സ്ക്വാഡ്സും ക്രിയേറ്റ് ചെയ്ത് ഓടനെ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അതിലൊന്ന് ഇപ്പോൾ അങ്ങനെ എടുത്ത് മൊമൻറ്റോസ്കിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അതിന് മൊമൻറ്റോസ്കി പറയും, ഞാനിപ്പോഴും ഒരു ചെറിയ പയ്യനാണ്, ഇത്രയും വലിയ സ്ക്വാഡ് അത് ഉപയോഗിക്കാനുള്ള മെച്യൂരിറ്റി എനിക്ക് വന്നിട്ടില്ല, എൻ്റെ പപ്പയുടെ അത്രയും കഴിവും പവറും ഒക്കെ വന്നതിന് ശേഷം മാത്രം ഈ സ്ക്വാഡ് അതിനെ ഏൽപ്പിച്ചാൽ മതിയെന്ന് പറയും. അത് കേട്ട് ആൾ ആ സ്ക്വാഡ് തിരികെ പെട്ടിയിലേക്ക് വെക്കും. എൻ്റെ 20 വർഷം ഞാനിതിനെ പൊന്നുപോലെ നോക്കി, ഇനി ഈ ഒരു സ്ക്വാഡ് അത് സേഫായിട്ടും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കേണ്ടത് അത് നീയാണെന്ന് പറഞ്ഞ് 2ാമത്തെ സ്ക്വാഡ്, അതായത് വിശ്വസുന്ദരിയുടെ കയ്യിൽ എത്തേണ്ട ആ ഒരു സ്ക്വാഡ് അതാണെങ്കിൽ ഇപ്പൊ സോറോയ്ക്ക് ഗിഫ്റ്റായിട്ട് നൽകുകയാണ്. സോറോ ആണെങ്കിൽ ആ സ്ക്വാഡിന്റെ അടുത്തേക്ക് വന്ന് ഇരു കൈ നീട്ടി അത് സ്വീകരിക്കും. മുക്കനാണെങ്കിൽ നിർത്താതെ ബിൽഡപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കും. സോറോ അവന്റെ ഷർട്ടൊക്കെ അഴിച്ച് ആ സ്ക്വാഡ് കയ്യിലെടുത്ത് ഒരു മരത്തിനെ ലക്ഷ്യമാക്കുകയാണ്. സ്ക്വാഡ് ആണെങ്കിൽ ഞൊട്ടിയിടയിൽ ഇപ്പൊ സോറോയുടെ ഹോക്കി പവർ അത് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. സോറോ ആ ഒരു സ്ക്വാഡ് വെച്ച് ആഞ്ഞു വെട്ടും. ആ മരത്തിന് പകരം ക്ലിഫിന്റെ ഒരു ഭാഗം തന്നെ തകർന്നു പോവാണ്. സോറോയ്ക്കും ചുറ്റുമുള്ളവർക്കും അത് കണ്ട് ഭയങ്കര അത്ഭുതം. ഇത്രയും പവർഫുൾ ആയ ഒരു സ്ക്വാഡ് അത് അവർ മുൻപ് കണ്ടിട്ടില്ല. സോറോ ആണെങ്കിൽ ഇപ്പൊ സ്ക്വാഡിനോട് അവന്റെ ഹോക്കി പവർ അത് തിരികെ തരാനായിട്ട് പറയും. ഞൊട്ടിയിടയിൽ ആ പവർ തിരികെ അവന്റെ ബോഡിയിലേക്ക് വരികയാണ്. ഇതിനാണെങ്കിൽ സോറോയ്ക്ക് വാണിംഗ് കൊടുക്കും, ഇത് യൂസ് ചെയ്യുന്നത് വളരെ ഡേഞ്ചറാണ്, നിന്നെ കൊണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ? അതിന് സോറോ തീർത്ത് പറയും, ഈ സ്ക്വാഡാണ് ഞാൻ ആഗ്രഹിച്ചത്, അതുപോലെ ഒരു സ്ക്വാഡ്സ്മാന് ഡെവലപ്പ് ആവണമെങ്കിൽ ഈ ഒരു സ്ക്വാഡ് തന്നെ വേണമെന്ന് പറഞ്ഞ് അവൻ ഡബിൾ അല്ല ട്രിപ്പിൾ ഹാപ്പി ആയിട്ട് നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ലൂഫി അവനാണെങ്കിൽ അവന്റെ 4th ഗിയറിലേക്ക് പോയി ആ കളേഴ്സ് ഓഫ് ഹോക്കി പവർ അത്
ഉപയോഗിച്ചുകൊണ്ട് ട്രെയിനിങ് എടുക്കുകയാണ്. ലൂഫിയുടെ ഓരോ പഞ്ചിലും വലിയ ഇരുമ്പ് റാഡുകൾ പോലും തകർന്നു വീഴുകയാണ്. പക്ഷെ അപ്പാപ്പനും ലൂഫിക്കും അറിയാം അവൻ ഇതുവരെയായിട്ടും ഓഫ് ഹോക്കി പവർ അത് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്തിട്ടില്ല എന്ന്. അപ്പാപ്പനാണെങ്കിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻ അവന് കൊടുക്കും. അതനുസരിച്ച് ലൂഫി അവൻ നിർത്താതെ ട്രെയിനിങ് എടുക്കുകയാണ്. അവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ഫ്രാങ്കിയെ കാണിക്കും. അവനാണെങ്കിൽ വലിയ ചുറ്റികയും കമ്പും ഒക്കെ എടുത്ത് ആ കപ്പൽ ലാഞ്ഞടിച്ച് അതിന്റെ അറ്റകുറ്റപ്പണികൾ മുൻപോട്ടേക്ക് കൊണ്ടുപോവാണ്. അവന്റെ അസിസ്റ്റൻസുകൾക്കാണെങ്കിൽ നിർദ്ദേശം കൊടുക്കും. കപ്പൽ വളരെയധികം സ്ട്രോങ് ആയിട്ട് വേണം നമ്മൾ അറ്റകുറ്റപ്പണികൾ നടത്താനായിട്ട്. 1000 അല്ല അതിൽ കൂടുതൽ ആൾക്കാർ ഒരു കപ്പലിൽ കയറിയാലും കപ്പലിന് ചെറിയൊരു ചായവോ ക്രാക്കോ ഒന്നും സംഭവിക്കാൻ പാടില്ല. നമ്മുടെ വർക്ക് അത് അത്രയും സ്ട്രോങ്ങും എഫക്റ്റീവ് ആയിരിക്കണം. നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്നത് ഇനി 3 ദിവസമാണെന്ന് പറഞ്ഞ് ആണെങ്കിൽ അവരുടെ ജോലി അത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോവാണ്. അതേസമയം ഇവിടെ റോബിനും അവളുടെ ടീമും അവർക്ക് ഇന്റൽസ് കളക്ട് ചെയ്യുക എന്നതാണ് റെസ്പോൺസിബിലിറ്റി. അവളാണെങ്കിൽ കിന്നിന്റെയും ടീമിന്റെയും അടുത്തേക്ക് വന്ന് അവൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ പറയാണ്. ആക്ച്വലി ആ ഒരു കൈഡോ എൻ്റെ അണ്ടറിൽ മൊത്തമായിട്ട് 20,000 സോൾജിയേഴ്സ് ഉണ്ട്. അവർക്കെല്ലാം തന്നെ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. അതുപോലെ തന്നെ ഒറോച്ചിയുടെയും ഷോഗന്റെ അണ്ടറിൽ 10,000 സോൾജിയേഴ്സ് ഉണ്ട്. അതിൽ നിഞ്ചാസും ഡെവിൾ ഫ്രൂട്ടിന്റെ പവറും ഉള്ളവർ വേറെയുണ്ട്. അത് കേട്ട് ഇപ്പൊ എല്ലാവരും ഷോക്കാവാണ്. കാരണം അവരുടെ കയ്യിൽ മൊത്തം ഉള്ളത് 4,000 സംതിങ് സോൾജിയേഴ്സ് മാത്രമാണ്. ഓപ്പോസിറ്റ് 30,000 സോൾജിയേഴ്സും മെയിൻ വില്ലന്മാരും. സോ ഇത് ശരിക്കും വലിയൊരു ക്രൂഷ്യൽ ഘട്ടമാണ്. നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഫൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയുള്ളൂ എന്ന് കിന്നു പറയും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ലൂഫി അവനാണെങ്കിൽ ഇപ്പോഴും അവന്റെ ഹോക്കി പവറൊക്കെ ഉപയോഗിച്ച് ആ റാഡിൽ ആഞ്ഞെട്ടിക്കും. ചോപ്പർ ആണെങ്കിൽ ലൂഫിയോട് പറയും, നിന്റെ ട്രെയിനിങ് അത് ഇതുവരെയായിട്ട് അവസാനിച്ചില്ലേ? മുൻപിൽ അധികം സമയമില്ല. എത്രയും വേഗം നമുക്ക് കിന്നാൻ ടീമിന്റെ അടുത്തേക്ക് എത്തണം. അതിനുശേഷം യുദ്ധത്തിനായിട്ടുള്ള ചില പ്ലാനിങ്സ് അത് ക്രിയേറ്റ് ചെയ്യണം. ലൂഫിക്കാണെങ്കിൽ ഇപ്പോഴും അവന്റെ ആ ഹോക്കി പവർ അത് പൂർണ്ണമായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ചോപ്പറിനോട് വീണ്ടും അല്പം കൂടെ സമയം ചോദിക്കുകയാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ സോറോയും മൊമന്റോസ്കിയും അവർ രണ്ടുപേരും അവരുടെ സ്ക്വാഡൊക്കെ ഉപയോഗിച്ച് ട്രെയിനിങ് എടുക്കുകയാണ്. സോറോയ്ക്കാണെങ്കിൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് ആ സ്ക്വാഡിന്റെ മേലെ കൺട്രോൾ എടുക്കാനായിട്ട് പറ്റുന്നില്ല. അത് അവന്റെ പവർ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. മൊമന്റോസ്കി അവൻ സോറോയുടെ മൂവ്മെന്റ്സ് ഒക്കെ വാച്ച് ചെയ്ത് അവനും ട്രെയിനിങ് എടുക്കും. മണിക്കൂറുകളും ദിവസങ്ങളും കടന്നു പോകുമ്പോൾ ഇപ്പൊ എല്ലാവരും ഏകദേശം ഒന്നിച്ചിരിക്കുകയാണ്. കിന്നാണെങ്കിൽ ട്രഫാൽഗർ കുറിച്ച് അന്വേഷിക്കും. അവനെക്കുറിച്ച് മാത്രം വ്യക്തമായിട്ട് ആർക്കും അറിയില്ല. എത്രയും വേഗം ലോയെ കണ്ടുപിടിച്ചേ പറ്റൂ. നിങ്ങൾ കരുതും പോലെയല്ല, ലോയ്ക്ക് നല്ല പവറുണ്ട്. അവന്റെ ടീംമേറ്റ്സും പവർഫുൾ ആണ്. 30,000 സോൾജിയേഴ്സിനെയും ആ ജയന്റുകളെയും തോൽപ്പിക്കണമെങ്കിൽ നമുക്കും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള പട തന്നെ വേണമെന്ന് അവൻ തീർത്തു പറയും. മറ്റൊരു ഭാഗത്താണെങ്കിൽ ആ പ്രിസൺ കാണിക്കും. അവിടെയാണെങ്കിൽ ആ സാധാരണക്കാരായ ജനങ്ങളെ ഇപ്പോഴും ഓപ്പൺ ചെയ്ത് വിട്ടിട്ടില്ല. അവരാണെങ്കിൽ നിർത്താതെ ബഹളം വയ്ക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫയർ ഫെസ്റ്റിവൽ അതൊരു നിർണായക നിമിഷമാണ്. അതാണ് അവരുടെ ലാസ്റ്റ് ഹോപ്പ്. ഈ കാര്യം അറിഞ്ഞ കിന്നിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കിന്നാണെങ്കിൽ ലൂഫിയോട് പറയും, നാളെയാണ് നമ്മുടെ ആ മഹായുദ്ധം നടക്കാൻ പോകുന്നത്. സോ ഞങ്ങൾ എല്ലാവരും കപ്പലുമായി ഫയർ ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്ന ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. നിങ്ങളും നിങ്ങളുടെ കപ്പലിൽ പോർട്ടിലേക്ക് എത്താനായിട്ട് പറയും. ലൂഫി ഓക്കെ പറഞ്ഞ് കിന്നാൻ ടീമാണെങ്കിൽ അവിടുന്ന് കടന്നു പോകും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ ഐലാൻഡിന്റെ ഓരോരോ സെറ്റുകളായിട്ട് കാണിക്കും. അവിടെയാണെങ്കിൽ ജനങ്ങൾക്ക് ഇപ്പൊ കുറേശ്ശെ നമ്മുടെ ആൾക്കാരുടെ പ്ലാനുകളിലൊക്കെ വിശ്വാസം വന്നു തുടങ്ങി. അവർ ആ കാര്യം പരസ്പരം പറയും. ഒരു ഭാഗത്ത് കിന്നാൻ ടീമാണെങ്കിൽ വിജയം അത് സ്വന്തമാക്കാനായിട്ട് കൈഡോയുടെ ഫയർ ഫെസ്റ്റിവൽ അത് നടക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി അങ്ങനെ നടന്നു പോവാണ്. ഇവിടെ നമ്മുടെ സോറോ ആണെങ്കിൽ സ്ക്വാഡ് ഉപയോഗിച്ച് ട്രെയിനിങ് എടുത്തെടുത്ത് ഓൾമോസ്റ്റ് ഇപ്പൊ ആ സ്ക്വാഡ് അവന്റെ കൺട്രോൾ ആയിരിക്കുകയാണ്. മൂക്കനാണെങ്കിൽ അത് കാണുമ്പോൾ അല്പ അഭിമാനമൊക്കെ തോന്നും. സത്യത്തിൽ ഈ സ്ക്വാഡ് അത്ര വേഗം ആർക്കും കീഴ്പ്പെടുന്ന ഒന്നല്ല. നിനക്ക് അത്രയും പവറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ സ്ക്വാഡ് നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അത് കേൾക്കുമ്പോൾ അവനും വല്ലാത്തൊരു ആശ്വാസം. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒറോച്ചി ആണെങ്കിൽ ആ വുഡോൺ ജയിലിലേക്ക് വിളിക്കുകയാണ്. അവിടുന്ന് ആ വാർഡനാണെങ്കിൽ ഇപ്പൊ ഒറോച്ചിയോട് പറയും, ഇവിടെ യാതൊരു കുഴപ്പമില്ല, എല്ലാം കൺട്രോളിലാണ്. അപ്പോൾ ഒറോച്ചി അവനങ്ങനെ ടെററായിട്ട് ഒരു പേപ്പറിലേക്ക് തന്നെ നോക്കും. ഓൾറെഡി ഒറോച്ചിക്ക് ആരോ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ഉഡോൺ ജയില് അത് അവിടെ ആൾക്കാർ കയ്യേറിയെന്നും അവിടെയുള്ളവരെല്ലാവരും രക്ഷപ്പെട്ടു പോയെന്നും മാത്രമല്ല അവർ പോർട്ട് പോലും ചേഞ്ച് ചെയ്ത കാര്യം അവന് നന്നായിട്ട് അറിയാം. സോ അതിനർത്ഥം നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഏതോ ഒരു സ്പൈ ഉണ്ട്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാർ കഴിക്കാനുള്ള ഫുഡ്, പോകാനുള്ള മെഡിസിൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കുകയാണ്. ആ ഒരു വില്ലേജ് ആണെങ്കിൽ പതിയെ പതിയെ പൂത്തുലയാനായിട്ട് ആരംഭിക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.